അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വിജയ് ഫാൻസ് കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ മൂഞ്ചി വാർത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ സങ്കടപ്പെടുത്തുന്നില്ല, പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കുറച്ച് കണ്ടിട്ട് തീരുമാനിക്കരുത്, കാരണം എല്ലാ കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് കുറച്ച് നല്ല വീഡിയോയിലൊക്കെ ഇടാൻ പറ്റിയ ട്രൗസേഴ്സ് ഞാൻ ടാഗ് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നോക്കാട്ടോ. അങ്ങനെ എന്താ ഇപ്പോൾ പറയാവുന്ന കാര്യം വെച്ചാൽ എന്നെ മൂഞ്ചിപ്പോയല്ലോ. ദളപതി 69 ലാസ്റ്റ് പടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പടത്തിനെക്കുറിച്ച് അവസരം എല്ലാം പോയി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ദളപതി 69 ഈ ഭഗവത് കേസരി റീമേക്കാണെന്ന് പറഞ്ഞ് പണ്ട് തൊട്ട് പോകുന്നുണ്ടല്ലോ ന്യൂസ്. ഞാനും പല വീഡിയോസിലും പറഞ്ഞു റെഫറൻസ് മേ ബി ഉണ്ടാവും, അല്ലാതെ ഫുള്ളായിട്ടൊന്നും ഉണ്ടായില്ല, ചെറിയ ബന്ധമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിച്ച് അണ്ണാക്കിൽ കിട്ടിയതുപോലെയായി. ഈ ദളപതി 69 ഫസ്റ്റ് ഭഗവത് കേസരി റീമേക്ക് തന്നെയാണെന്ന് പറഞ്ഞ് ഭഗവത് കേസരിയുടെ മൂവി ഡയറക്ടർ അനിൽ റാവൽപുടിയോ എന്തോ പേര് തോന്നുന്നു, ഇയാൾ ഏതോ പടത്തിൻ്റെ ഈവെൻറ്റിൽ വന്ന് തെലുങ്കിലെല്ലാം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കൂടെ VTV ഗണേശും ഓരോ കാര്യം പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെ, ദളപതി വിജയ്ക്ക് ഭഗവത് കേസരി പടം ഇഷ്ടമായിട്ട് 5 തവണ ഇരുന്ന് കണ്ടു അത്രേ. എന്നിട്ട് ദളപതി 69 ഇത് റീമേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡയറക്ടറായ അനിൽ റാവുപുടിയെ വിളിച്ചു. പക്ഷെ അനിൽ റാവുപുടി സ്വന്തം പടം തന്നെ റീമേക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഫ്രഷ് പടം ചെയ്യാമെന്ന് പറഞ്ഞത്രേ. പക്ഷെ വിജയ്ക്ക് ഈ കാട്ടു ദുരന്തം പടം തന്നെ റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ എവിടെയും ഇപ്പോൾ ചെയ്യുന്ന ദളപതി 69 ഈ പറഞ്ഞ റീമേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് വ്യക്തമായി കേൾക്കണം. അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. മുൻപ് എന്നെ വിളിച്ചത് ഈ പറഞ്ഞ റീമേക്ക് ചെയ്യാൻ വിളിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഡയറക്ടറിനെ റീമേക്ക് ചെയ്യാൻ വിളിച്ചത്, എന്നാൽ റീമേക്ക് ചെയ്യാൻ ഡയറക്ടറിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി. ഇനിയിപ്പോൾ വിനോദിലെ പടം ഈ പറഞ്ഞ റീമേക്ക് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും ഒന്നും അറിയത്തില്ല. ഒരുപക്ഷെ ഈ വിനോദ് പടവും ആ ദുരന്തം പടത്തിൻ്റെ റീമേക്ക് ആണെങ്കിൽ ഇനിയിപ്പോൾ പടത്തിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു ഹൈപ്പും ഉണ്ടായില്ല. പടത്തിൻ്റെ ഒരു അപ്ഡേറ്റിനും വെയിറ്റിംഗ് അല്ല. പക്ഷേ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ ലാസ്റ്റായിട്ട് വിജയും തിയേറ്ററിൽ കണ്ടിട്ട് പോകാമെന്ന് മാത്രം. ഒരു പ്രതീക്ഷയില്ല വെച്ചാൽ 0 പോലും കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ആ പടം റീമേക്ക് ആണെന്ന് പറഞ്ഞാൽ. ലോകത്ത് എത്ര നല്ല പടങ്ങളുണ്ട് റീമേക്ക് ചെയ്യാൻ. കുറച്ച് ഇംഗ്ലീഷ് പടമോ കൊറിയൻ പടമൊക്കെ റീമേക്ക് ചെയ്തതോടെ ഈ 2023 റിലീസായ കാട്ടവരാത മൂവിയൊക്കെ ചെയ്യാൻ എന്നാലും വിജയിക്കാണ് തോന്നുമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ശരിക്കും ഇതിൻ്റെ റീമേക്ക് ഈ 16 വിനോദ് പടം ആണെങ്കിൽ നല്ല രീതിയിൽ ഫാൻസിനെ ഡിസപ്പോയിൻറ്റഡ് ആക്കും. ലാസ്റ്റ് പടം എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ ഫാൻസ്. എന്നാൽ തമിഴിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ട്രാക്കേഴ്സൊക്കെ പറയുന്നത് ദളപതി 69 വിനോദ് പടം ഒരു പടത്തിന് റീമേക്ക് എല്ലാം തറപ്പിച്ച് പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. ഒന്നും കൂടി പറയാണ്, അനിൽ റാവുപുടി അയാളെ വെച്ച് റീമേക്ക് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന ദളപതി പ്രൊജക്റ്റ് ആ പടത്തിൻ്റെ റീമേക്ക് ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായിട്ടും വ്യക്തമായി കേൾക്കണം. ഒരുപാട് ന്യൂസ് ഫേക്കായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒരു 50-50 ലെവൽ റീമേക്ക് ആണോ അല്ലെങ്കിൽ സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക്, ഷെയർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.